لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا إنسان في كبد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بها ولد ووالد وما ولد لقد خلقنا الإنسان في كبد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بهذا البلد وأنت حل بهذا الولد ووالد وما ولد لقد خلقنا الإنسان في كبد. കുറേ ആയി നമ്മൾ തജ്വീദ് പഠിക്കൽ തുടങ്ങിയിട്ട്, എന്നാലും ചില ശ്രദ്ധയിലില്ലാന്ന് തോന്നുന്നു. ഒന്ന് അലിഫ്, വാവ്, യാ. ഇതിന് ശേഷം അംസ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ലാ കണ്ടില്ല നിങ്ങൾ? ഒരു അലിഫുണ്ട്, അതിന് ശേഷം വരുന്ന ഈ അംസയാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? 4 മുതൽ 6 കതിര് വരെ നീട്ടിക്കൊള്ളണം. ഇവിടെ ഇപ്പം എന്താ ലാ എന്നുള്ള അലിഫുണ്ട്, ഇവിടെ ഈ അലിഫുണ്ട് ലാ അല്ലേ? അതിൻ്റെ ശേഷം അംസയും വരുന്നുണ്ട്. അപ്പം എങ്ങനെ ചെയ്യണം നമ്മൾ? ലാ 4 മുതൽ മിനിമം 4 വേണം, മാക്സിമം പോയാൽ 6 കതിര് വരെ നീട്ടിക്കൊള്ളുന്ന. അപ്പോൾ അതിൻ്റെത്
ലാ ഉഖ്സിമു ഖ വ്യക്താക്കണം. ഒക്ക് ലാ ഉഖ്സിമു. പിന്നെ ബിഹാദ അവിടെയും കാണാം ഒരു അലിഫ്. അവിടുത്തെ അലിഫിന് വ്യത്യാസമുണ്ട്. ഹാദ നീട്ടാനുള്ളൊരു അലിഫുണ്ട്. പിന്നെന്തുണ്ട്, ഒരു വസിലിൻ്റെ അംസയും കാണാം, ഇതും കാണാം അല്ലേ. ഇതിനെന്തുണ്ടാവില്ല, കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പോൾ ഓതേണ്ടത് എങ്ങനെ? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ദാ എന്നുള്ള നീട്ടാനുള്ള അലിഫിന് ഉച്ചാരണമല്ല, ഈ അലിഫിന് ഉച്ചാരണമല്ല. ദാ നീട്ടാനുള്ള അലിഫിന് ഉച്ചാരണം ഇല്ലാത്തത് ഇൽത്തിക്കാ ഉസാക്കിനെ, രണ്ട് സുക്കൂനുള്ള ഇല്ലത്തിൻ്റെ അക്ഷരം വരിക. അലിഫ് ഇല്ലത്തിൻ്റെ അക്ഷരം, അവിടെ സുക്കൂന, അവിടെ ഹർക്കത്തൊന്നുമില്ല. ഹർക്കത്തൊന്നും ഇല്ലാത്ത അവസ്ഥക്കാണ് എന്ത് പറയുക, സുക്കൂൻ. ഇവിടെയും ഹർക്കത്തില്ല. ഇതിനുണ്ടോ? ഇല്ല. ഔ സുക്കൂന. അപ്പോൾ രണ്ട് സുക്കൂനുള്ള ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? ഇല്ലത്തിൻ്റെ അക്ഷരം എന്ന് പറയുന്നത് അലിഫ് വാവ് യാ ആണ്. അങ്ങനെ വന്നാൽ രണ്ടിനും ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പം ബിഹാദ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. അവിടെ ബിഹാദൽ ബലദ് നോതണ്ട, മനസ്സിലായില്ലേ? ബിഹാദൽ ബലദ് രണ്ട് അലിഫിനും ഉച്ചാരണം ഉണ്ടല്ല. പിന്നെ ദാലുമ നിർത്തുമ്പോൾ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. കുത്ബ് അല്ലേ, ഇത് കുത്തുബ് ജദ്. ഈ 5 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരല്പം ശുദ്ധത്തോടു കൂടി സ്റ്റോപ്പ് ചെയ്യണം. അപ്പം ബിഹാദൽ ബലദ്, ബിഹാദൽ ബലദ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അങ്ങനെ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ലാ ഉഖ്സിമു ഒന്നുകൂടി ഒതുക്കുകയാണെങ്കിൽ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. പിന്നെ വ അൻത, വ കഴിഞ്ഞിട്ട് ആണ് വരുന്നത്, ഖതൻ്റെ അംസയാണ്. അപ്പം എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. വൻത എന്നൊന്നും പറയരുത്. കുവൈറ്റിൽ ഫേൻ വേ എന്ന് ചോദിക്കണേക്ക് പറയാൻ പാടില്ല. വ ഐന എന്നാണ് ശരിക്കുള്ളത് അല്ലേ. അതേപോലെ വ അൻത, വ അൻത ആ ഉച്ചരിക്കണം, ഉച്ചാരണം വരണം. പിന്നെ നൂനിന് എന്ത് ചെയ്യണം? ഇഖ്ഫാവും ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? വ അൻത. അതിന് പോകാൻ നമ്മൾ ഹമ്പുമ്മ പോകുമ്പോഴൂടെ പോയാൽ മതി. ഹമ്പുമ്മ പോകുമ്പോൾ എന്താ ബ്രേക്ക് പിടിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ സ്പീഡ് കുറക്കുന്നുണ്ട്. അങ്ങനെ ഓതാ വ അൻത, വ അൻത. ആ നൂനിനെ ഇഖ്ഫാ ചെയ്യാം. പിന്നെ ഹില്ലുൻ, അവിടെ എന്താ ചെയ്യേണ്ടത്? അവിടെ ശരിക്ക് ഹൈലുൻ എന്ന് പറഞ്ഞുകൊടുത്ത് എന്താ ഉള്ളത്? 2 ലൊമ്മാണ് ഉള്ളത്. അതിൻ്റെ ശേഷം എന്ത് വരുന്നുണ്ട്? ബാ എന്ന അക്ഷരം വരുന്നുണ്ട്. അപ്പം ഈ ഹൈലുന്നില്ല നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ നൂനിൻ്റെ ശബ്ദമാണ് വരുന്നത്, ഹൈലുൻ. ആ നൂനിൻ്റെ ശബ്ദത്തെ ഇവിടെ ബാഗ് വന്നതുകൊണ്ട് മീമിൻ്റെ ശബ്ദമാക്കി മാറ്റും. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു മീമിട്ട് കാണാം അല്ലേ. അപ്പം ഹൈലുൻ എന്നല്ല പറയണ്ടേ, ഹൈലും, ഹൈലും. അല്പം ഉന്നത്തും കൊടുക്കുക. അപ്പം എങ്ങനെ ഓതണം? വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. അപ്പം വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. ദാല് ഉച്ചരിക്കുമ്പോൾ ബലദ്. ഒന്നുകൂടി ഒതുക്കാൻ വൻത. ഒന്നുകൂടി വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. അടുത്ത് വവാലിദിൻ. അവിടെ ആ കെസിർ തൻവീൻ എന്താ ചെയ്യേണ്ടത്? വ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വ 2 കതിർ നീട്ടിയാൽ മതി. വ വാലിദിൻ. കെസിർ തൻവീൻ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഇദ്ഗാം ചെയ്യണം, ഉന്നത്തും വേണം അല്ലേ. ആ ഇട്ട രൂപം നോക്കി നിങ്ങൾ 2 ഒപ്പര അല്ല, ഇങ്ങനെ ഇട്ട് അല്ലേ. അതിൻ്റെ ശേഷം വരുന്ന വാവാണ്. വാവ് ഇദ്ഗാമിൻ്റെ അക്ഷരത്തിൽ പെട്ടതാ. യർമലൂന അല്ലേ, ഇദ്ഗാമിൻ്റെ അക്ഷരത്തിൽ പെട്ട. അപ്പോൾ ഈ കെസിർ തൻവീനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? വവാലിദിം വ, വാലിദിം വ. ഇദ്ഗാം കൊണ്ട് അതോടൊപ്പം എന്ത് വേണം? അല്പം ഉന്നത്തും വേണം. അപ്പം എങ്ങനെ ഓതണം? വവാലിദിം വമാ വലദ്. ആദ്യത്തെ ബലതും രണ്ടാമത്തെ വലതുമാണ് കേട്ടോ. ആദ്യത്തെ എന്ന് വെച്ചാൽ ബിഹാദൽ ബലദ്, മറ്റ് വലതാണ്. 2 ഉച്ചാരണ വ്യത്യാസമുണ്ട്.
അപ്പോൾ ഒന്നുകൂടി ഓതിയാണ് വവാലിദിൻ വമാ വലദ്. പിന്നെ അടുത്ത് ലഖദ്. ലഖദ് ആ ദാലുണ്ടല്ലേ കുത്തുബുജത്തിലെ ലഖദ്. അങ്ങനെ ഉച്ചരിക്കണം എന്നുള്ളതിനാണ് ആ ദാലിൻ്റെ മുമ്പിൽ എന്തിട്ടത്, ഇങ്ങനെ ഒരു അടയാളം കാണാം. ഹ എന്നാണ് അക്ഷരം, അതിൻ്റെ വാലങ്ങോട്ട് വെട്ടിയതാ, അതാണ് കാണുന്നത്. അപ്പം എന്താ, അത് വ്യക്തമാക്കി ഉച്ചരിക്കണം എന്ന് കാണിക്കാനാണ് അങ്ങനെ ഖുർആനിലിട്ടുണ്ട്. അപ്പോൾ ലഖദ് കേട്ടോ. ഇനി ഖലഖ് അവിടെയും കാണാം ആ ഈ സെക്കൻഡിൽ ഉണ്ടോ, ലഖദ് ഖലഖ്നൽ ഇൻസാന. പിന്നെ അവിടെ എന്താ ശ്രദ്ധിക്കാനുള്ളത്, ഖലഖ്ന നീട്ടാൻ ഒരു അലിഫ് ഉണ്ടാവും അല്ലേ, ഖലഖ്ന നീട്ടാൻ ഒരു അലിഫ് ഉണ്ടാവും. പിന്നെ അൽ ഇൻസാനയിൽ ഒരു വസിലിൻ്റെ അംസയും കാണാം. പിന്നെ അത് രണ്ടിനും കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പം എങ്ങനെ ഖലഖ്നൽ ഇൻസാന ഈ ഉച്ചരിക്കണം. കാരണം എന്താ, ഈ ഖതൻ്റെ അംസയാണ്. നൂനിന് എന്ത് ചെയ്യണം, യഖ്ഫ ചെയ്യണം. അപ്പോൾ ഓതേണ്ടത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. ഫീ കബദ്. ഇനി ആ 4 ആയത്ത് ഒന്നുകൂടി ഓതിവെക്കാനും. ലാ ഉഖ്സിമു എന്തെങ്കിലും ഇന്ന് പറഞ്ഞ തജ്വീദിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ആ 4 ആയത്തിൽ എന്തെങ്കിലും അങ്ങനെയല്ല അങ്ങനെ തോന്നുന്നുണ്ടോ എന്തെങ്കിലും? രണ്ട് കതിർന്നോളൂ. നോർമലായ നീട്ടാനിലൊക്കെ 2 കതിറാണ്. അവിടെ വേറെ കാരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 കതിർ. ഫീ കബദ്. വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാ അർത്ഥം പറഞ്ഞോളി. ലാ ഉഖ്സിമു, സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ബലദ് അല്ലേ, രാജ്യം എന്നാണ് പദത്തിൻ്റെ അർത്ഥം. ഉദ്ദേശിക്കുന്നത് മക്കയാണ്. ലാ ഉഖ്സിമു, ലാ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ച അർത്ഥം ഇല്ല എന്നാണ് അല്ലേ, ലാ. ഇവിടെ ലാ എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം, ചെയ്യേണ്ടതില്ല. ഇനി ശേഷം പറയുമ്പോൾ മനസ്സിലാവും. ലാ ഉഖ്സിമു, മലയാള വിവർത്തനം ചെയ്ത ഗ്രന്ഥത്തിൽ, തഫ്സീർ ഗ്രന്ഥത്തിൽ അർത്ഥം കൊടുത്തത് ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്നാണ്. ഞാൻ സത്യം ചെയ്തു പറയുന്നു, പറയുന്നില്ല എന്നല്ല, പറയുന്നു. എന്ത്, ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ കൊണ്ട്. ഈ രാജ്യം എന്ന് പറഞ്ഞാൽ മക്ക രാജ്യത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. മറ്റൊരർത്ഥം, ഞാൻ മക്ക രാജ്യത്തെ കൊണ്ട് സത്യം ചെയ്ത് പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞ മുഫസ്സിറുകളും കാണാൻ സാധിക്കും. ഇവിടെ വിശദീകരിക്കുമ്പോൾ മനസ്സിലാവുന്നൂടി. വ അൻത ഹില്ലുൻ, വ അൻത എന്ന് പറഞ്ഞാലോ, അൻത എന്ന് പറഞ്ഞാൽ നീ, ഹില്ലുൻ ഒരുപാട് അർത്ഥമുള്ള പദമാണ്. ഒന്ന് വസിക്കുന്നവനാണ്, താമസിക്കുന്നവനാണ്. ബിഹാദൽ ബലദ്, ഈ രാജ്യത്ത് അഥവാ മക്ക രാജ്യത്ത് താമസിക്കുന്നവനാണല്ലോ താങ്കൾ. വവാലിദിൻ, വാലിദിൻ നമ്മൾ വാലിദ് എന്നാർക്കാ പറയാ, വലത് വലത് മക്കള് അല്ലേ, വലത് മോന്. പിന്നെ വാലിദോ, വാലിദ് ജനയിതാവ് എന്ന് പറഞ്ഞാൽ പിതാവ്, ജനനം നൽകുന്നവനാരോ അവനാണ് വാലിദ് എന്ന് പറയുന്നത്, ജനയിതാവ്. പിന്നെ വമാ വലത്, അവൻ ജനിപ്പിക്കുന്നതെന്തോ അതും എന്ന് പറഞ്ഞാൽ വാപ്പയും കുട്ടികളും എന്നർത്ഥം നാടൻ ഭാഷയിൽ അല്ലേ. ലഖദ് ഖലഖ്നൽ ഇൻസാന, ലഖദ് തീർച്ചയായിട്ടും, ഖലഖ്ന നാം സൃഷ്ടിച്ചിരിക്കുന്നു,
അൽ ഇൻസാന മനുഷ്യവർഗത്തെ. എവിടെ വർഗം എന്നർത്ഥം പറഞ്ഞത്? അലിഫ്ലാമാണ് അല്ലേ? മനുഷ്യവർഗത്തെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഫീ കബദ് ക്ലേശം അനുഭവിക്കുന്ന രൂപത്തിൽ, അധ്വാനിക്കുന്ന രൂപത്തിൽ, മല്ലിടുന്ന രൂപത്തിൽ. ഇങ്ങനെയൊക്കെ പല അർത്ഥവും കാണാം. റിവേഴ്സ് എടുത്ത് വരിക ലാ. ലാ എന്തിനാണ് അള്ളാഹു താല അവിടെ ഒരു ലാ കൊണ്ടുവന്നത്? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? എപ്പോഴാണ് നമ്മൾ ലാ പറയണേ? അതിൻ്റെ മുമ്പ് എന്തോ ഒരു സംഗതിയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലാണല്ലോ ജീവിക്കണത് അല്ലേ? മക്കയിൽ ജീവിക്കണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ മരങ്ങൾ മുറിക്കുക, അവിടെ വേട്ടയാടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹറാമാണല്ലോ. അതൊന്നും ചെയ്യാൻ പാടില്ല. ഈ കാര്യം ലാ. എന്നാൽ മുഹമ്മദ് നബിയെ താങ്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല മുശ്രിക്കുകൾ കണക്കാക്കണേ. ആ മുശ്രിക്കുകൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കാനും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാനും കൊല ചെയ്യാനും ഒക്കെ ശ്രമിക്കുകയാണ്. ഓലെടുക്കണ തീരുമാനം പോലെയല്ല. താങ്കൾ ഈ നാട്ടിലെ നിവാസിയാണല്ലോ, അതുകൊണ്ട് എന്നാണ് അർത്ഥം അല്ലേ? ലാ. അപ്പം ആ ലാ എന്ന് പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥം പറഞ്ഞ മുഫസ്സിറുകളെ കാണാൻ സാധിക്കും. പിന്നെ ഉക്സിമു എന്നാണ് എന്താ? ഖസം ചെയ്ത് പറയാം, സത്യം പറയാം. എന്തിനാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്? എന്തിനായിരിക്കും സത്യം ചെയ്ത് പറയുന്നത്? ഖുർആനിൽ ഒരുപാട് രൂപത്തിലുള്ള സത്യത്തിൻ്റെ വാക്കുകൾ കാണാൻ പറ്റും. അതിനൊക്കെ ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മലയാളത്തിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ എപ്പോഴാണ് അള്ളാഹിനോട് വല്ലാഹി എന്ന് നിങ്ങൾ എപ്പോഴാണ് പറയാ? എപ്പോഴാണ് പറയാ? രണ്ട് രൂപത്തിൽ നിങ്ങൾ പറയും. ഒന്ന്, ഞാൻ വല്ലാഹി അറിയണ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ആ കാര്യം അതിലേക്ക് നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കണം എന്ന ഒരു ആകാംക്ഷ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് പറയുമ്പോൾ ചിലപ്പം സത്യം ചെയ്ത് പറയും. ഉറപ്പാണേ, അല്ലെങ്കിൽ അള്ളാഹുവാണേ വല്ലാഹിയേ എന്നൊക്കെ പറയുന്നിട്ടില്ലേ? അങ്ങനെ പറയും. പിന്നെ പറയാൻ പോണ സംഭവം അത് ഉറപ്പാണ് എന്ന് കാണിക്കാൻ വേണ്ടി തെക്കീതിന് വേണ്ടിയിട്ടും പറയും. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും എന്തു പറയും? വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്ത് പറയും. ഖുർആനിൽ സത്യം ചെയ്ത് പറഞ്ഞ വേറെ കുറേ വാക്കുകളുണ്ട്. ഏതൊക്കെ നിങ്ങൾക്കറിയാം? നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. എന്ത്? വൽ അസ്ർ അല്ലേ? കാലം തന്നെയാണ് സത്യം. എന്തിനപ്പം അള്ളാഹു തആല എങ്ങനെ കാലത്തെ സംബന്ധിച്ചും വശംസി വളുഹാഹ അല്ലേ? സൂര്യൻ തന്നെയാണ് സത്യം, രാത്രി തന്നെയാണ്, വല്ലൈലി രാത്രി തന്നെയാണ് സത്യം. ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളായ വസ്തുക്കളെ പിടിച്ചിട്ട് അള്ളാഹു എന്തിനാ നമ്മോട് സത്യം ചെയ്ത് പറയുന്നത്? എന്തിനാ? അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളായ ഇത്തരം കാര്യങ്ങൾ എന്തിനാ പറയുന്നത്? അള്ളാഹു പറയുന്ന ആ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെപ്പറ്റി നമ്മോട് ചിന്തിക്കാനാണ്, നമ്മളെ ചിന്തിപ്പിക്കാനാണ്, നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തെപ്പറ്റി സത്യം ചെയ്ത് പറയുന്നത് അല്ലേ? നമ്മുടെ ചിന്തകളെ പ്രേരിപ്പിക്കാനാണ്. പിന്നെ അതിനെപ്പറ്റി ആലോചിക്കാനും ആത്മപരിശോധന നടത്താനുമൊക്കെയാണ് അള്ളാഹു തആല അങ്ങനെ സത്യം ചെയ്ത് പറയുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരു ആത്മപരിശോധന നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ബുദ്ധിക്കൊരു വെളിച്ചം കിട്ടും, നമ്മൾക്കൊരു ഉൾക്കാഴ്ച കിട്ടും, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു വരും. ഏത് കാര്യത്തെ ഇപ്പം നിങ്ങൾ വൽ അസ്ർ എന്ന മനുഷ്യൻ്റെ ആയുസ്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ ശരിക്കും ഓൻ്റെ വിശ്വാസം ഉയരും, ഓൻ എന്തുണ്ടാവും? ഈമാനികമായ ആവേശം, ആ ഗ്രാഫ് ഉയരും. പിന്നെ അല്ലാഹു തആല സത്യം ചെയ്യുമ്പോൾ ആ സത്യം ചെയ്യണ കാര്യം അതൊരു തെളിവ് തരികയാണ് നമുക്ക്. അള്ളാഹു നമുക്ക് എന്ത് തരികയാണ്? എന്തിനാ അപ്പം നിങ്ങൾ കോടതിയിൽ പോയിട്ട് സാക്ഷ്യം വഹിക്കണം? എന്താണ് ആ കോടതിയിൽ ഇപ്പം അതും അള്ളാഹ് ഉറപ്പാണേ സത്യമാണേ നമ്മൾ എന്തിനാ പറയുന്നത്?
നമ്മൾ പറയുന്ന കാര്യത്തിന് അവിടെ പ്രൂഫ് ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്നതിന് അള്ളാഹു പറയുന്ന കാര്യത്തിന് പ്രൂഫുകളാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്ന ഈ കോടാനുകൂടി കാര്യങ്ങൾ അല്ലേ. എന്തൊക്കെ അള്ളാഹു തആല ഒരുപാട് സത്യം ചെയ്ത് പറയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് എന്ത് കിട്ടും? ഒരു ഉണർവ് കിട്ടും. ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ആത്മാവിനെ ഉണർത്താൻ ഈ സത്യം പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ഹൃദയം തുറക്കും. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള രാത്രി, ആകാശം, ഭൂമി തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ ഇപ്പം മക്ക രാജ്യം, ഇതിനൊക്കെ പറ്റി ശരിക്കും മനുഷ്യൻ പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ പോരായ്മ, അവൻ എത്ര നിസ്സാരനാണ് എന്ന നിസ്സാരത, ആ ചെറുപ്പത്വം, അവന് ശരിക്കും ഞാൻ നിസ്സാരനാണ് എന്ന് ആ സത്യം ചെയ്ത് പറയുന്ന വസ്തുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ അവന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊന്ന്, അള്ളാഹു മനുഷ്യൻ്റെ ശ്രദ്ധ ക്ഷണിക്കുവാനാണ് കസം എന്ന്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ നമ്മളെ വിളിക്കുന്നത് എന്തിനാ? കസം ചെയ്യാന്നുള്ളതിന് ചില മുഫസ്സിലുകൾ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ വിളിയാണെന്നാ. നമ്മളിപ്പോൾ ഒരാളെ എന്തിനാ നമ്മളിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ അല്ലേ? ഇങ്ങനെ മനുഷ്യനെ ഉണർത്താനാണ്, മനുഷ്യനെ വിളിക്കാനാണ്, അവൻ്റെ ശ്രദ്ധ തിരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സത്യം, കസം എന്ന പ്രയോഗം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ചിന്തിക്കണ ഒരാൾക്ക്, അള്ളാഹു സത്യം ചെയ്ത് പറയുന്ന ആൾക്ക് അവൻ്റെ ഹൃദയം തുറക്കും, അവൻ്റെ ബുദ്ധി പ്രവർത്തിക്കും എന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നോക്കി നിങ്ങൾ, ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്ത് പറയേണ്ടതില്ലല്ലോ, അല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ കിട്ടും? ചിന്തിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ട് അള്ളാഹു ഇവിടെ സത്യം ചെയ്ത് പറയുന്ന കാര്യം ഒന്ന്, ഉഖ്സിമു ബിഹാദിൽ ബലദ്, ഈ രാജ്യത്തെ പറ്റി ഞാൻ സത്യം ചെയ്തു. ഈ രാജ്യം ബലദ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരർത്ഥം മക്കയാണ് അല്ലേ? മക്കൾക്ക് വിശുദ്ധ ഖുർആനിൽ എന്തൊക്കെ പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് അറിയുന്ന പേരൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാണ്. എന്തൊക്കെ? മക്ക എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ പേര്? അല്ല, വേറെന്താ? ഉമ്മുൽ ഖുർആൻ. പിന്നെ നിങ്ങൾക്ക് കിട്ടണ പറഞ്ഞോളി. ബക്ക എന്ന് പേരുണ്ട്. മക്കക്ക് ബക്ക, ഉമ്മുൽ ഖുർആൻ. പിന്നെന്തൊക്കെ? അൽ ബലദുൽ അമീൻ, വിശ്വസ്ത രാജ്യം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. വഹാദൽ ബലദിൽ അമീൻ എന്ന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബലദുൽ ഹറാം, ഹറം എന്നും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ ഹറം എന്ന് മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. അൽ ബലദുൽ ഹറാം എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മുൽ ഖുർആൻ അതും ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആനിൽ ഈ പ്രയോഗങ്ങളൊക്കെ എന്താണ്? ലിതുൻസിറ ഉമ്മുൽ ഖുറ വമൻ ഹൗലഹ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഉമ്മുൽ ഖുറക്ക് താക്കീത് നൽകാനും അതിൻ്റെ ചുറ്റുമുള്ള രാജ്യത്തിനും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞുകൊണ്ട് ഹറമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അൽ ഖറിയ എന്ന പദപ്രയോഗം കാണാം, മആദ് എന്ന പ്രയോഗം കാണാം, അൽ ബൈത്തുൽ അത്തീഖ്, പുരാതന ഗേഹം എന്ന അർത്ഥത്തിലുള്ള ആ പ്രയോഗവും ഒക്കെ കാണാം. എവിടെ ഈ മക്ക ഉള്ളത്? എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അറിയാത്തവരുണ്ടോ? സൗദിൻ്റെ ഏത് ഭാഗത്താണ്? പടിഞ്ഞാറ് ഭാഗത്താണ്. അതിൻ്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? ഹിജാസ് എന്നായിരുന്നു. ആ പ്രദേശത്തിനൊക്കെ പാടെ പറഞ്ഞിരുന്ന പേര് ഹിജാസ്. കഅബ, ആ മക്ക നിൽക്കണ അത് ഒരു തായ്വരയിലാണ്. ശരിക്ക് കഅബ നിൽക്കണ ഒരു തായ്വരയിലാണ്. ചുറ്റുപാടും എന്താ? പർവ്വതങ്ങളാണ്, മലകളാൽ ചുറ്റപ്പെട്ടതാണ്. അതിൻ്റെ ഉള്ളിലാണ് ഏതുള്ളത്? ഇതുള്ളത്. എന്തിനായിരിക്കും പടച്ച തമ്പുരാൻ മലകളാൽ ചുറ്റപ്പെട്ടതിനെ? ഒരു സംരക്ഷണം തന്നെയാണത് അല്ലേ? ഏറ്റവും വലിയ സംരക്ഷണമാണ് മലകളാൽ ചുറ്റപ്പെടുക എന്നുള്ളത്. പിന്നെ ആലോചിച്ച് നോക്കൂ, മഹാ അത്ഭുതമാണ് ആ രാജ്യത്തിൻ്റെ ചരിത്രം. വെള്ളമുണ്ടോ അവിടെ? ശരിക്ക് ഇല്ല. ഒരു സംസം കിണറുണ്ട്, പിന്നെ അല്ലാത്ത വെള്ളം കിട്ടാനുള്ള മാർഗമൊന്നുമില്ല. കുറച്ചപ്പുറം ചെങ്കടലുണ്ട്, പിന്നെ അല്ലാത്ത മാർഗങ്ങളൊന്നുമില്ല. എന്നാൽ ആ ഭൂമിയിൽ നിന്ന് ജനവാസം
ജനങ്ങൾ ഇങ്ങോട്ട് കുത്തി ഒഴുകാണ്. ഒലക്ക അവിടുന്ന് വെള്ളം കുടിക്കണില്ലേ? എവിടുന്നായി കുടിക്കണത്? ആ സംസം കിണർ. അതെന്നും ഇത്ര കോടാനുകോടി മനുഷ്യന്മാരങ്ങനെ കുടിച്ചു തീർത്തിട്ടും അവരുപയോഗിച്ചിട്ടും അതിൻ്റെ ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നു. മഹാ അത്ഭുതം തന്നെയല്ലത്. അത് വേറെ വിഷയമാണ്, മഹാ അത്ഭുതം. അതൊക്കെ ഉള്ളത് എവിടെയാണ്? പിന്നെ മക്കായിലാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത നോക്കി നിങ്ങൾ. ആ കാലഘട്ടത്ത് പിന്നെ ഷാമിലേക്കും അന്നത്തെ പുരാതന അറബികളുടെ പിന്നെ ജീവിത രീതി എങ്ങനെയായിരുന്നു? കച്ചവടമാണ്. കച്ചവടത്തിന് പോലെ എങ്ങോട്ടാ പോവാ? ഷാം, യമൻ. അതിൻ്റെ മിഡിലാണ് ഏതുള്ളത്? മക്ക ഉള്ളത്, ഇല്ലേ? മക്ക ഉള്ളത്. ഇന്നും ഭൂമിയുടെ ആ കേന്ദ്രമാണ് ഉമ്മുൽ ഖുറ എന്ന് ശാസ്ത്രലോകം പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഉള്ള പിന്നെ വളരെ വെള്ളമില്ലാത്ത ഡ്രൈ ആയി കിടക്കുന്ന ഒരു തായ്വരയാണ് ഇത് യഥാർത്ഥത്തിൽ മക്ക എന്ന് പറയുക. മഴയാണെങ്കിൽ കിട്ടൂല, പിന്നെ നദികളില്ല, പിന്നെ മണ്ണ് അങ്ങനെ കൃഷിക്കൊന്നും യോഗ്യമല്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുള്ള ഒരു രാജ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, പിന്നെ പറയണ എന്താ? വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. അതിൻ്റെ അർത്ഥം എന്താ? വ അൻത എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണത് നീ, അല്ലേ? ഉദ്ദേശിക്കുന്നത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ അതിൻ്റെ പ്രത്യേകത? അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി ഡീപ്പായിട്ട് അതിൻ്റെ താഴോട്ട് ഞാൻ ഇറങ്ങാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്നതിന് നമ്മൾ മഅനൽ ഹുറൂഫി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ശബ്ദാർത്ഥം. ലാ ഉഖ്സിം ബിഹാദൽ ബലദ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശയമില്ലേ? എന്താ ശരിക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മക്ക എന്ന രാജ്യത്തെ കൊണ്ട് സത്യം ചെയ്ത് പറയണം. എന്തിനാ സത്യം ചെയ്ത് പറയേണ്ടത്? ഒരാൾ സത്യം ചെയ്ത് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ മഹത്വവും അതിൻ്റെ സ്ഥാനവും പ്രാധാന്യവുമൊക്കെ വിവരിക്കാനാണ് അല്ലാഹു സത്യം ചെയ്ത് പറയേണ്ടത്. ഇതിനാണ് അതിൻ്റെ മഅനൽ ഹുറൂഫി എന്ന് പറയുന്നത്. അപ്പോൾ മഅനൽ ഹുറൂഫി എന്നാണ് അതിന് അറബിയിൽ പറയാം. എന്താണ് പിന്നെ അതിന് ഇംഗ്ലീഷിൽ പറയൽ? ലിറ്ററൽ എന്നോ അങ്ങനെ എന്തോന്നാണ്. അങ്ങനെയുള്ള മീനിങ്, ആ അർത്ഥമാണ് ഒന്നാമത്തത്. രണ്ട്, പിന്നെ പ്രതീകാത്മക അർത്ഥം. നമ്മളിപ്പോൾ ഒരു സൂചന ഉണ്ടാവില്ലേ? ഒരു സംഗതി പറയും, പക്ഷേ അതല്ല ഉദ്ദേശിക്കുക, അതിന് മറ്റൊരു കാര്യമായിരിക്കും ഉദ്ദേശിക്കുക. അങ്ങനെയുള്ള അർത്ഥം അതിന് എന്താ നമ്മൾ പറയൽ? മലയാളത്തിലല്ലാതെ നമ്മളെന്തോ ഒന്ന് പറയണ്ടേ? സിംബോളിക്കോ അങ്ങനെ എന്തോ ഒന്ന് അർത്ഥമല്ലേ? എന്താ പറയൽ? ഇവിടെ ആരും ഇംഗ്ലീഷുകാരില്ലേ? സിംബോളിക്കല്ലേ? അല്ല, അത് പഠിച്ചവരില്ല എന്നാണ് ചോദിക്കുന്നത്. സിംബോളിക് എന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ നോക്കിയല്ലേ? അങ്ങനെ ഒരു ആശയം ഉണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പിന്നെ രാജ്യത്തിൻ്റെ ജോഗ്രഫിയെ പറ്റിയല്ല ഇവിടെ വിവരിക്കുന്നത്, മറിച്ച് ആ രാജ്യത്ത് വന്നിട്ടുള്ള പിന്നെ അവിടെ വന്നിട്ടുള്ള ദൗത്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അവിടെ ജനിപ്പിച്ചതും പിന്നെ പ്രവാചകത്വം പിന്നെ കൊടുത്തതും അതിൻ്റെ ഒരു സെൻറ്ററാക്കിയത് എന്ന് പറഞ്ഞാൽ റിസാലത്തിൻ്റെ അഥവാ ഇസ്ലാമിൻ്റെ സന്ദേശത്തിൻ്റെ ഒരു സെൻറ്ററാക്കി മാറ്റിയതാണ് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്നതിൻ്റെ സിംബോളിക്കായ അർത്ഥം എന്നതാണ് മറ്റു മുഫസ്സിറുകൾ പറയുന്നത്. പിന്നെ മറ്റൊന്ന്, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ആ രാജ്യത്തെപ്പറ്റി മനുഷ്യൻ ചിന്തിക്കും. അപ്പോൾ എന്തുണ്ടാവും? മനുഷ്യൻ്റെ വിശ്വാസം വർദ്ധിക്കും. അങ്ങനെയുള്ള ഒരർത്ഥമുണ്ട്. അതിനാണ് അൽ മഅന തഅ്കീദി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ആ കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുകയും പിന്നെ അതിൻ്റെ യഥാർത്ഥ ആശയം നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യും ഒരു അറബി അത് കേൾക്കുമ്പോൾ. അങ്ങനെയുള്ള അർത്ഥം അതും ഖുർആനിൽ കാണാം.
സാധാരണ ഇപ്പം ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനെ നമ്മൾ സത്യം ചെയ്ത് പറയില്ല. അപ്പോൾ സാധാരണമല്ലാത്ത അസാധാരണമായ ഒരു കാര്യത്തെ പറ്റിയാണ് പിന്നെ സത്യം ചെയ്ത് പറയാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ ആ രാജ്യത്തിൻ്റെ മഹത്വവും പിന്നെ ആ രാജ്യത്ത് പിന്നെ വന്നിട്ടുള്ള ഈ റിസാലത്ത്, ഈ ദിവ്യ സന്ദേശത്തിൻ്റെ മഹത്വവും ഒക്കെ കാണിക്കാനാണ്. അതേപോലെ തന്നെ പ്രവാചകൻ്റെ സ്ഥാനവും മാനവും ആ പ്രവാചകൻ അവിടെ ജനിച്ചു എന്നുള്ള ആ മഹത്വവും ഒക്കെ കാണിക്കാനാണ് പിന്നെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ മുഫസ്സിറുകളെയും കാണാൻ സാധിക്കും. പിന്നെ സൈക്കോളജിക്കലായിട്ടുള്ള മോറലായിട്ടുള്ള മറ്റൊരർത്ഥവും കാണാം. എന്താ അങ്ങനെയാണെങ്കിൽ ഒരാൾ ലാ ഉക്സിം ബിഹാദൽ ബലദ് എന്ന അർത്ഥം അയാൾ ആ ഖുർആൻ അയാൾ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അയാൾക്ക് എന്തുണ്ടാവും മനസ്സിൽ? ആ പിന്നെ രാജ്യത്തോട് ഒരു ഭയം. എങ്ങനെയുള്ള ഭയം? അതിന് പേടിയല്ല, മൂർഖമ്പാമ്പിനെ കാണുമ്പോൾ പേടിക്കണ പേടിയല്ല. എന്താ ഭയം? ഭക്തിയാലുള്ള ഭയം ഉണ്ടാവും. ഇപ്പം നമ്മൾ മക്ക എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഒരു വിശ്വാസിയുടെ മനസ്സിൽ എന്തുണ്ടാവും? ഒരു ബഹുമാനത്തിൻ്റെ ഭയം ഉണ്ടാവും. അതേപോലെ ഒരു സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഒരു എന്തുണ്ടാവും? ഒരു ഉണർവുണ്ടാവും നമ്മുടെ മനസ്സിൽ. ഈ ആശയമാണ് ലാ ഉക്സിമു ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് എന്ന് പറഞ്ഞ ആളുകളെയും കാണും. അങ്ങനെ ഭയം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യത്തെപ്പറ്റി സ്നേഹവും ആദരവും ബഹുമാനവും. ഇപ്പം നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ പറ്റി നിങ്ങൾ ഒരു അത്ഭുതമായിട്ട് ഇങ്ങനെ കാണാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളെ മനസ്സെന്താ ചെയ്യുക? ആദ്യം എന്താ ചെയ്യുക? അയാളെപ്പറ്റി പഠിക്കും അല്ലേ? അയാളെപ്പറ്റി അറിയാനുള്ള ഒരു ആഗ്രഹങ്ങൾക്കുണ്ടാവും. അയാളെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കും. ആ മനസ്സിലാക്കുമ്പോൾ നിങ്ങളെ ചിന്ത പ്രവർത്തിക്കും അല്ലേ? അങ്ങനെ ചിന്ത പ്രവർത്തിക്കുമ്പോൾ അയാളെപ്പറ്റിയുള്ള മഹത്വങ്ങൾ മനസ്സിലാക്കുമ്പോൾ അയാളോട് ആദരവും ബഹുമാനം ഉണ്ടാവും. ഇതേപോലെ ലാ ഉക്സിമു ബിഹാദൽ ബലദ് അതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള അർത്ഥമാണത് അല്ലേ? ആ ഒരിത് ഈ രാജ്യം അഥവാ മക്ക രാജ്യം വിശുദ്ധ ഹറം എന്ന് കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ അതിനോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടേക്ക് എത്താനുള്ള അതിനെ മനസ്സിലാക്കാനുള്ള ഒരാഗ്രഹവും അവൻ്റെ അതിൽ. പിന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചരിത്രപരമായി അതിനൊരർത്ഥമുണ്ട്. ലാ ഉക്സിം ബിഹാദൽ ബലദ്. എന്താ ചരിത്രം? നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് അറബികൾ എന്താണ് അവരുടെ മതകാര്യങ്ങൾക്കും രാഷ്ട്രീയ കാര്യങ്ങൾക്കും സാമൂഹികമായ എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് കൂടുന്നത് എവിടെയാണ്? മക്ക മുക്കറമയിലാണ്. അപ്പം അവരുടെ ഒരു കേന്ദ്രമാണ് ഏത്? മക്ക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരാശയവും അതിൻ്റെ അകത്തളത്തിൽ ഉണ്ട്. അപ്പം ഈ വാക്യം ലാ ഉക്സിമു ബിഹാദൽ ബലദ് എന്ന് നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ ഈ രൂപത്തിലുള്ള ആശയങ്ങളൊക്കെ വരും. ആ ഒരു ശബ്ദാർത്ഥം വരും. ഏത്? പിന്നെ മറ്റൊന്ന് പ്രതീകാത്മകമായ അർത്ഥം വരും. മൂന്നാമത്തത് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താനുള്ള ഒരു സത്യം എന്ന രൂപത്തിലുള്ള അർത്ഥം വരും. പിന്നെ നമ്മൾ മാനസികമായി നമ്മളെ സൈക്കോളജിക്കലായിട്ട് നമ്മളെ ഹൃദയമിടിപ്പും ആദരവും ബഹുമാനമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരിത് വരും. അതേപോലെ ചരിത്രപരമായ ഒരാശയവും ഇത് വായിക്കുന്ന ഒരാളുടെ മനസ്സിൽ വരും. അപ്പോൾ അള്ളാഹ് ഒരു ചെറിയ പദം അടുപ്പിച്ചിട്ട് അതിലുള്ള അടങ്ങിയ ആശയങ്ങൾ നോക്കൂ. ഒരാളുടെ വിജ്ഞാന മേഖല ഏതാണോ അതിലൂടെ അത് കയറിപ്പോയാൽ ലാ ഉക്സിമു ബിഹാദൽ ബലദ് എന്ന് പറയുന്നതിനെ പറ്റി ചിന്തിക്കുമ്പം തന്നെ ഒരുപാട് ആശയങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആദ്യം പറഞ്ഞല്ലോ ഞാൻ ലാ എന്നുള്ളത് അല്ലേ? അവിടെ മറ്റൊരർത്ഥം മുഫസ്സിറുകൾ കൊടുക്കുന്നത് മുഹമ്മദ് നബിയെ താങ്കൾ ഈ നാട്ടിലെ നിവാസിയാണ്, ഇവിടെ താമസിക്കുന്നവനാണ്, ഇവിടെ ജനിച്ചവനാണ് എന്ന ഇതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്കൊക്കെ ഉള്ള ആനുകൂല്യം താങ്കൾക്ക് ഇല്ലാതാക്കാൻ ഇവർക്ക് സാധിക്കൂലല്ലോ എന്നാണ്. അപ്പം ലാ അങ്ങനെ ഒരു ആശയം പറഞ്ഞവരും കാണാം. ലാ എന്ന് അവിടെ ആദ്യം പറയാൻ കാരണം എല്ലാവർക്കുമുള്ള ആനുകൂല്യങ്ങൾ ആർക്കും ഉണ്ടാവും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാവില്ലേ? ലാ അതില്ലാതാക്കാൻ ആർക്ക് സാധിക്കൂല? ഈ മുശ്രിക്കുകൾക്ക് സാധിക്കൂല എന്ന വളരെ വിദൂരമായ അർത്ഥം പറഞ്ഞ മുഫസ്സിറുകളെയും കാണാൻ സാധിക്കും. അപ്പം ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറയുമ്പോൾ ഈ ആശയമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം എന്നുള്ള. ഇനി നോക്കി നിങ്ങൾ ചില മുഫസ്സിറുകൾ
ഈ രാജ്യം എന്ന് പറഞ്ഞത് പ്രധാന ഉദ്ദേശം അത് മക്കയാണ് എങ്കിലും പ്രവാചകൻ മക്ക ഏതിലാണുള്ളത്? മക്ക എവിടെയുള്ളത്? ഏത് ഗ്രഹത്തിലാണുള്ളത്? ഭൂമിയിലാണ്. അപ്പോൾ മക്ക എന്ന അല്ലാഹുത്താല, ബലദ് എന്ന അല്ലാഹുത്താല പറഞ്ഞതെങ്കിലും ഉദ്ദേശിക്കുന്നത് നാം ജീവിക്കുന്ന ഭൂമിയാണ് എന്ന് പറഞ്ഞ മുഫസ്സിറുകളുണ്ട്. എങ്ങനെ ഭൂമി? ആ ഭൂമിയാണ് എന്ന് പറയുമ്പോൾ ഈ ഞാനും നിങ്ങളും താമസിക്കുന്ന അതാണ് വഅൻ തഹില്ലും ബിഹാദൽ വലത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഈ ഭൂമിയിലാണല്ലോ നിങ്ങൾ താമസിക്കണേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം എന്താ? ആ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞ ഭൂമിയെപ്പറ്റി ചിന്തിക്കുവാനാണ്. നമ്മൾ ആ ഭൂമിയിലാണല്ലോ. ആരോട് അഭിസംബോധന ചെയ്യണത്? മുഹമ്മദ് നബിയോടും അല്ലാത്തവരോടൊക്കെ അഭിസംബോധന, ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരോടും ആണ് അഭിസംബോധനമെങ്കിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഭൂമി, ആ ഭൂമിയെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ, നിങ്ങളെന്നും കാണുന്നതല്ലേ, അതുകൊണ്ടാണ് ഇല്ല ഉപയോഗിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഭൂമിയെപ്പറ്റി ചിന്തിക്കാനും നമ്മൾ താമസിക്കുന്ന നമുക്ക് സുപരിചിതമായ ഈ ഭൂമി അടങ്ങുന്ന മക്ക അല്ലേ, ആ ഭൂമിയിലുള്ള ആ മക്ക അടങ്ങുന്ന ഈ ഭൂമി, അതിനെപ്പറ്റി ചിന്തിക്കുവാനാണ് എന്ന് പറഞ്ഞ ചില മുഫസ്സിറുകളും കാണാം. അപ്പോൾ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, പിന്നെ വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. നോക്കി നിങ്ങൾ, ഇനി അല്ലാഹുത്താല ഇങ്ങനെ സത്യം ചെയ്ത് പറയുമ്പോൾ ആ രാജ്യത്താണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കണത് അല്ലേ, ജീവിക്കണതും. അപ്പം അത് ആ രാജ്യത്തിന് തന്നെ ഒരു പവിത്രയാണ്. ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു മഹാനുണ്ടെങ്കിൽ അതിൻ്റെ ആ പവിത്രത ആർക്കൊക്കെ ഉണ്ടാവും? ആ നാട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഇന്നാലിന്ന സയൻറ്റിസ്റ്റ് എൻ്റെ നാട്ടിലാട്ടോ എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആർക്കാ അതിൻ്റെ മഹത്വം, അതിൻ്റെ പവിത്രത ആർക്കാ കിട്ടുക? ഞങ്ങളെ നാട്ടുകാർക്കൊക്കെ കിട്ടും അല്ലേ? അതല്ല അതിൻ്റെ അർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅൻ തഹില്ലും ബിഹാദൽ വലദ്, മുഹമ്മദ് നബിയെ താങ്കൾ ഈ നാട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ മക്ക രാജ്യത്തിൻ്റെ പവിത്രത ഒന്നുകൂടി കൂടുകയാണ് അല്ലേ? മക്കൾക്ക് തന്നെ പ്രത്യേകത ഉണ്ട്, അതിനോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പവിത്രത ഒന്നുകൂടി കൂടാനാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് വഇദ് ജഅൽനൽ ബൈത മസാബത്തുൽ ലിന്നാസി വഅംന, പിന്നെ വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല വഅഹിദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ തഖിറ ബൈതി ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ് എന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകർക്ക് മുഴുവൻ ഇതിനെന്താക്കി? നിർഭയത്വമുള്ള ഒരു രാജ്യമാക്കി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. മക്കായുടെ മറ്റൊരു പ്രത്യേകതയാണ് നിർഭയത്വം, അമ്നുള്ള രാജ്യം എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ആ കാലഘട്ടത്തിൽ തന്നെ കച്ചവടത്തിന് പോകുമ്പം നമ്മൾ ലീലാഫി ഖുറൈശ് പഠിച്ചപ്പോൾ പഠിച്ചില്ലേ? എന്താണ്? എല്ലാവരും എന്തു ചെയ്യും? പിന്നെ ആളുകൾ റാഞ്ചിയെടുക്കും അല്ലേ, കൊള്ളക്കാർ റാഞ്ചിയെടുക്കും. എന്നാൽ മക്ക നിവാസിയാണെന്ന് പറയുമ്പോഴോ, ഹറം നിവാസിയാണ് എന്ന് പറയുമ്പോൾ അവരെ റാഞ്ചൂല, അവരാക്രമിക്കൂല. കാരണം എന്താ? മുശ്രിക്കുകളായ ആളുകൾക്ക് പോലും കൊള്ളപ്പണിയിലേർപ്പെട്ട കൊള്ള നടത്തുന്ന ആളുകൾക്ക് പോലും ഹറമിലെ നിവാസികളോട് എന്തുണ്ടായിരുന്നു? ഒരു ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നു. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ഈ ആദരവ് അന്നും ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകതയായ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് എന്താ? വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. മുഹമ്മദ് നബിയെ താങ്കൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരിക്കെ ആ രാജ്യക്കാരെ അള്ളാഹു നശിപ്പിക്കൂല. നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്ത് അള്ളാഹു തആലാന്റെ ശിക്ഷ വരൂല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവരെല്ലാവരും ഇങ്ങനെ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലും അള്ളാഹു നമ്മെ ശിക്ഷിക്കൂല. ആലോചിക്കുങ്ങൾ, മുഹമ്മദ് നബി അവരുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുക. രണ്ടാമത്തത്, ജനങ്ങളൊക്കെ ഇസ്തിഗ്ഫാർ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അള്ളാഹിൻ്റെ ശിക്ഷ വരൂല എന്നുള്ളത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകതയായിട്ടാണ്. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഈ രാജ്യത്താണ് മുഹമ്മദ് നബിയെ താങ്കൾ താമസിക്കുന്നത് എന്ന് പറഞ്ഞതിലുള്ള ആ പ്രത്യേകത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രത്യേകത അതാണ് അല്ലേ? നമുക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ, അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്താണ്? ഇസ്തിഗ്ഫാറാണ് അല്ലേ?
അസ്തഗ്ഫിറുല്ലാ എന്ന് മനസ്സിങ്ങനെ പറയാം. പ്രത്യേകിച്ചും ഈ അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? അസ്തഗ്ഫിറുല്ലാ. വഴിയിലൂടെ നടന്നു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഇരിക്കുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും ഉറങ്ങണത് വരെയും ഇസ്തിഗ്ഫാർ ഇങ്ങനെ ജോലിയുടെ അവസരത്തിലും ഇടവേളകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ജോലി ഇങ്ങനെ ചെയ്യാം. അതോടൊപ്പം മനസ്സുകൊണ്ട് എന്ത് പറയാം? അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാം. ഈ ഇസ്തിഗ്ഫാർ ഏറ്റവും വലിയൊരു ആയുധമാണ് നമുക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ലഭിക്കാൻ എന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. ഒരു മഹാനായ ഹസനുൽ ബസരി റഹ്മഹുല്ല എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനുണ്ട് അല്ലേ. അയാളോട് പിന്നെ ഒരാൾ വന്നിട്ട് കുറേ പരാതി പറയാണ്. അള്ളാഹു, ഞാൻ കുറേ പ്രാർത്ഥിച്ച് അല്ലേ, പിന്നെ കുറേ കാലമായിട്ട് ഞാൻ പിന്നെ കുറേ പരാതി ഇങ്ങനെ പറയുമ്പോഴൊക്കെ മഴ കിട്ടണില്ല. ഒരാൾ വന്നിട്ട് പറഞ്ഞ് മഴ ലഭിക്കണില്ല, കൃഷികളൊക്കെ നശിച്ചു പോവുകയാണ്. ഇങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് കുട്ടി ഉണ്ടാവണില്ല, ഇങ്ങനെയുള്ള ഓരോ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ സമ്പത്തൊന്നും കിട്ടണില്ല, സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു പോവാണ് എന്ന് ഓരോരുത്തർ ഓരോ പരാതി പറഞ്ഞപ്പോൾ എല്ലാവരോടും ഹസനുൽ ബസരി പറഞ്ഞ മറുപടി എന്താ? ഇസ്തഗ്ഫിറില്ലാ, ഇസ്തഗ്ഫിറില്ലാ. വ്യത്യസ്ത ആവശ്യങ്ങളും പരാതികളും വന്ന് പറഞ്ഞപ്പോഴൊക്കെ പറയണ എന്താ? ഇസ്തിഗ്ഫാർ. മഴ ഒരാൾ പറഞ്ഞു ഞങ്ങൾ പിന്നെ കൃഷിയൊക്കെ നശിച്ചു പോവാണ്, മഴ കിട്ടണില്ല, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇസ്തഗ്ഫിറില്ലാ എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ട്. അപ്പം നമുക്ക് മഴ ലഭിക്കാനും അതേപോലെ തന്നെ സമ്പത്ത് ലഭിക്കാനും മക്കളെ ലഭിക്കാനും സമ്പുഷ്ടി ഉണ്ടാവാനും രക്ഷ ലഭിക്കാനും ഒക്കെ ഒരേ ഒരു മാർഗമാണ് ഇത് ഇസ്തിഗ്ഫാർ എന്നത് അതുകൊണ്ട് പിന്നെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വവാലിദിൻ വമാ വലദ്, അടുത്ത ആയത്ത് വവാലിദിൻ വമാ വലദ്. എന്താ അതിൻ്റെ അർത്ഥം? വലദ എന്ന് പറയുന്ന ശരിക്കർത്ഥം എന്താ? വലദ. നിങ്ങൾ വലത് കേട്ടിട്ടുണ്ടാവും. നമ്മൾ സ്കൂൾ അറബിയിലൊക്കെ വലതും ആൺകുട്ടി ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. വലദ എന്ന് പറഞ്ഞാൽ എന്താ? ജനനം നൽകി ന വലദ. അതിൻ്റെ പിന്നെ വാലിദ് എന്ന് പറഞ്ഞാൽ എന്താ? കതബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഴുതി. കാത്തിബ് എഴുതുന്ന. വാലിദ് ജനനം നൽകുന്നവൻ അഥവാ പിതാവ്. അതാണ് നമ്മൾ ജനയിതാവ് എന്ന് പറയുന്നത്. വാലിദിൻ പിതാവ്, ജനയിതാവ് ജനനം നൽകുന്ന. വമാ വലത് ആ പിതാവ്, ആ ജനഹിതാവ് ജനനം നൽകിയ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ, അതാണും പെണ്ണൊക്കെ പെടും. അതുകൊണ്ടാണ് അവിടെ വമ ഉപയോഗിച്ചത് അല്ലേ. ആണാവട്ടെ പെണ്ണാവട്ടെ ആർക്കൊക്കെയാണോ ജനനം നൽകിയത് അവരും അഥവാ മക്കളും. എന്തിനാ റബ്ബ് തമ്പുരാൻ അടുത്ത സത്യമായി ഈ ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞത്? വവാലിദിൻ വമാ വലത്, ജനയിതാവും ആ ജനയിതാവ് ജനനം നൽകിയതും ജന്മം നൽകിയതും അഥവാ ബാപ്പയും കുട്ടികളും. ഈ ഒരു കാര്യത്തെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറയുന്നത്? അതൊരു സത്യമാണല്ലോ അല്ലേ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വ അൻത ഹില്ലും ബിഹാദൽ ബലദ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സത്യം അള്ളാഹു ഉപയോഗിക്കുന്നത് വവാലിദിൻ വമാ വലദ്. എന്തായാലുള്ള സൂത്രം? അതിലുള്ള സൂത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള മഹത്തായൊരു അനുഗ്രഹമാണ് ഈ പ്രത്യുൽപാദനം എന്ന് പറയുന്ന ഒരു സംവിധാനം. ഏത് കാര്യത്തിലും പ്രത്യുൽപാദനം ഇല്ലെങ്കിൽ നമ്മളിവിടെ ഇരിക്കുമോ? നിങ്ങൾ ആലോചിക്ക്. നിങ്ങൾക്ക് കോഴി തിന്നണം, അയാൾക്ക് മീൻ തിന്നണം, അയാൾക്ക് ഫ്രൂട്ട്സ് തിന്നണം, അയാൾക്കോ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ തിന്നണം. ഇവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യുൽപാദന പ്രക്രിയ എന്ന് പറയുന്ന ഒന്നുണ്ട് അല്ലേ. ഒരു സസ്യം, ഒരു വിത്ത്, അത് മുളക്കുന്നു, അതിൽ നിന്ന് കോടാനുകോടി വിത്തുകൾ ഉണ്ടാകുന്നു. ആ വിത്താണ് നമ്മൾ അരിയായി തിന്നുന്നത് അല്ലേ. അത് വീണ്ടും മുളക്കണം അല്ലേ, വീണ്ടും കൃഷി ചെയ്യണം. അതാണ് നമ്മൾ ലോകത്ത് മുഴുവൻ ആ ഗോതമ്പായി നൽകുന്നത്. ഇനിയൊരു ഫ്രൂട്ട്സും ഒക്കെ. ആ ഒരു ഫ്രൂട്ട്സ് ജനിച്ചു അല്ലെങ്കിൽ അതുണ്ടായി അതോടുകൂടി അത് ചത്തുപോയാൽ പിന്നെ നമ്മളിവിടെ ജീവിക്കാൻ കഴിയും? നമുക്ക് ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. എൻ്റെ പിതാവ് എനിക്ക് ജനനം നൽകി, ഞാൻ മറ്റുള്ളവർക്ക് ജനനം നൽകി, അവൻ എൻ്റെ കുട്ടികളെ പേരമക്കൾക്ക് ജനനം നൽകി അല്ലേ. ഇങ്ങനെ ഒരു വ്യവസ്ഥ, ഒരു സംവിധാനം ഇവിടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളൊന്നും ഈ ഭൂമിയിൽ ഇപ്പം ഉണ്ടാവില്ല അല്ലേ. ആദം നബിയോട് കൂടി എന്ത് ചെയ്തിട്ടുണ്ടാവും? എന്നാൽ പടച്ചോന് അള്ള എത്രയാണോ പിന്നെ കണക്കാക്കി ആ ആണിനെയും പെണ്ണിനെയും മനുഷ്യന്മാരെ ഒറ്റയടിക്കാട് സൃഷ്ടിച്ചുകൂടേനോ
ആദ്യം ഒന്ന് ആദമിന്, പിന്നെ ഒന്ന് അവ്വാവിന്, അതിന് കുറേ സന്താന പരമ്പര, അതിന് പിന്നെ കുറേ സന്താന പരമ്പര, ഇങ്ങനെ ഒരു കണ്ണിയായി ശൃംഖലയായിട്ട് അല്ലാഹു തആല എന്തിനാ വെച്ചത്? അതാണ് വവാലിദിൻ വമ. ഈ സംവിധാനത്തെപ്പറ്റി നമ്മോട് ചിന്തിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ആ സംവിധാനം ആണ് പെണ്ണ് എന്നുള്ള ആ വ്യവസ്ഥ മാത്രമല്ല, ആ സംവിധാനത്തെപ്പറ്റി ഈ പ്രത്യുൽപാദനം എന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് ചിന്തിക്കുവാനാണ്. ഇത് ജീവജാലങ്ങളിലൊക്കെ നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സംവിധാനങ്ങളാണ് മനുഷ്യർക്ക് അല്ലാഹു നൽകിയത് അല്ലേ? സ്ത്രീക്ക് നൽകിയത് ആ പുരുഷന് നൽകിയത് ആണോ? ആ പ്രത്യുൽപാദനത്തിന് വേണ്ടി പുരുഷൻ അല്ലാഹു തആല വൃഷ്ണം നൽകി, പെണ്ണിനെന്ത് നൽകി? ഗർഭപാത്രം നൽകി അല്ലേ? അണ്ടങ്ങൾ നൽകി, മനുഷ്യർ മറ്റുള്ള വൃഷ്ണങ്ങൾ നൽകി. എന്തിനാ? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ സാധനം എന്തേ ഇതിങ്ങനെ ഇവിടെ പുറത്തുണ്ട് ഇങ്ങനെ തൂക്കിയിട്ട് അടക്കണം? നിങ്ങൾക്ക് ആർക്കും തൃപ്തി ഉണ്ടോ? മനസ്സിലായി നിങ്ങൾക്ക്? ഈ സാധനം പിന്നെ എന്താ നിങ്ങൾ പറയാ, അങ്ങനെ സഞ്ചിയിൽ തൂക്കിയിട്ട് പോലെയല്ലേ ഇപ്പം ഉള്ളത്. എന്തേ അത് ഉള്ളിലടാക്കിയൂടെ പഠിച്ചോന്? എന്തേ ഉള്ളിലാക്കാതെ പോയത്? എന്തായിരിക്കും കാരണം? ആർക്കും അറിയില്ല. നമ്മൾ എത്രയോ ഉപകരണങ്ങൾ നമ്മളെ വയറിൻ്റെ ഉള്ളിലും തലച്ചോറിൻ്റെ ഉള്ളിലും ശരീരത്തിൻ്റെ ഭാഗത്തില്ലേ? എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രത്യുൽപാദനം നടത്തുന്ന ആയുധത്തെ അല്ലാഹു തആല പുറത്താക്കി നിശ്ചയിച്ചത്? ആയിവ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എന്താ അതിന് പറയാ, പിന്നെ ആ മലയാളത്തിൽ എന്താ പറയാ, ബീജം. അത് അതിനൊരു പിന്നെ ചൂടുണ്ട്, അതിന് താങ്ങാൻ പറ്റണേ. ആ ചൂടിൽ കുറഞ്ഞാലും അത് ചത്തുവും, ആ ചൂട് കൂടിയാലും അത് ചത്തുവും. നമ്മളെ ശരീരത്തിലെ ടെമ്പറേച്ചർ എത്രയോ ഒന്നുണ്ടോ, 32 അങ്ങനെ എന്തോ അത്ര വരെ വരാൻ പാടുള്ളൂ അല്ലേ? എന്നാൽ അത് നിങ്ങൾ പഠിച്ചു നോക്കുക. എന്നാൽ ഇതിനത് പറ്റൂല, കൂടാനും പറ്റൂല, കുറയാനും പറ്റൂല. അപ്പോൾ രണ്ടിൽക്കും അത് വെച്ചു. അപ്പോൾ അല്ലാഹു തആല അതിനങ്ങോട്ട് പുറത്താക്കി പ്രത്യേക സഞ്ചിയിലാക്കി അവിടെ വെച്ചതാ അല്ലേ? ഇനി അതേപോലെ തന്നെ ഗർഭം ബാങ്ക് കൊടുത്തണോ? എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. അതേപോലെ തന്നെയാണ് ഗർഭപാത്രം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത